നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, അവർ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ടോ, അവർ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടോ, നിങ്ങളവർ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട്, ഏത് എനർജിയിലൂടെയാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തയിലൂടെ അവർ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിങ്ങൾക്കുള്ള ആ ഒരു വാല്യുബിളാകുന്ന എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്നേഹമായാലും നിങ്ങൾ അവർക്ക് കൊടുത്ത സ്നേഹമായാലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോടായാലും അവർക്കിപ്പോൾ കറൻറ്റിലി ഉള്ള ആ ഒരു എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് തന്നെ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ള നല്ല ഒരു റീഡിങ്സ് ലഭിക്കാൻ, നല്ലൊരു ഗൈഡൻസ് ലഭിക്കാൻ, നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു മറുപടി ലഭിക്കാൻ വേണ്ടിയിട്ട് തന്നെ റീഡിങ്സ് എടുക്കുക. ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ കണക്റ്റ് ചെയ്യുമ്പോൾ ആയിരിക്കും നിങ്ങൾക്കതിനുള്ള ഉത്തരം ലഭിക്കുക എന്ന് മനസ്സിലാക്കുക. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്കൊരു നല്ല ഗൈഡൻസിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ മനസ്സിൽ എന്ത് തരത്തിലെ ചോദ്യങ്ങളായാലും അതിന് വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് മറുപടി ലഭിച്ചിരിക്കും. അപ്പം അങ്ങനെ ഒരു കാര്യം വേണമെങ്കിൽ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി, പോസിറ്റീവായ ചിന്തയോടുകൂടി തന്നെ റീഡിങ്സ് കാണുക. പിന്നെ ലൈഫിൽ അഫർമേഷൻസ് എഴുതുക എന്ന കാര്യം മറക്കാതെ ചെയ്യുക കേട്ടോ. അഫർമേഷൻസിൻ്റെ വീഡിയോസും കാര്യങ്ങളും സ്പെഷ്യലായിട്ട് നമ്മൾ റെഡിയാക്കാം അറിയാനായിട്ട് കേട്ടോ. നമുക്കിവിടെ റീഡിങ്സിൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് കേട്ടോ. വളരെ ശക്തമായിട്ടൊരു ടെലിപ്പതി എനർജി നിങ്ങളിലേക്കും അവരിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യൂണിവേഴ്സലിൻ്റെ സപ്പോർട്ടോടു കൂടി, അതായത് പ്രപഞ്ച ശക്തിയുടെ പ്രസൻസോടു കൂടി നിങ്ങളിലേക്കും അവരിലേക്കും ഈ ഒരു എനർജി ഇങ്ങനെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും അവരും തമ്മിൽ ഒരു സോൾ പർപ്പസ് ഉണ്ട്, ഒരു സോൾ എനർജി പ്രസൻസ് ഉണ്ട്. നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻസ് ആണ്. അതായത് എത്ര മാറിയിരുന്നാലും മറഞ്ഞിരുന്നാലും, എത്ര മറക്കാൻ ശ്രമിച്ചാലും, എത്ര ഒഴിവാക്കി നിൽക്കാമെന്ന് വിചാരിച്ചാലും നിങ്ങളുടെ സോൾ എനർജി എപ്പോഴും അവരുമായിട്ടും, അവരുടെ സോൾ എനർജി എപ്പോഴും നിങ്ങളുമായിട്ടും കണക്റ്റഡ് ആണ്. ഒരു ചങ്ങല പോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതിൽ മധ്യസ്ഥമായിട്ട് തീർച്ചയായിട്ടും ഡിവൈൻ്റെ ആ ഒരു എനർജി കൂടി നിൽപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് സെപ്പറേറ്റഡ് ആണ് നിങ്ങളെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുപോകാൻ പറ്റില്ല. ഒരു സമയം അല്ലെങ്കിൽ ഒരു മോശം സമയത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന ഒരു സെപ്പറേഷൻ വന്നാൽ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് തന്നെ ചേരും. എത്ര അകന്നു പോയാലും വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളും ഈ ഒരു വ്യക്തിയും ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ കൂടിച്ചേരേണ്ട ആ ഒരു സിറ്റുവേഷൻസിലേക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നല്ല പോലെ വളരെ ശക്തമാകുന്ന രീതിയിൽ ഒരു ടെലിപ്പതി എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കിടയ്ക്ക് വല്ലാത്ത ഒരു പെയിൻ ഫീലിങ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വപ്ന ദർശനം ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു വ്യക്തിനെയെങ്കിൽ, അതുപോലെ എപ്പോഴും നിങ്ങൾ എന്തൊക്കെയോ വല്ലാതെ സ്ട്രെസ് എനർജിയിലേക്ക്, സന്തോഷകരമായിട്ടിരിക്കുമ്പം തന്നെ നിങ്ങൾ ഡൗൺ ആയി പോകുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഡൻ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഓർമ്മ മറഞ്ഞിരുന്നാൽ പോലും കണക്റ്റ് ചെയ്ത് വരിക. അവരുടെ പ്രസൻസ് കൂടെ നിൽക്കുന്നവരിൽ ഒരു പക്ഷേ അവരുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റ രീതികളൊക്കെ നിങ്ങളുടെ ഒപ്പം ഉള്ളവരിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ അവർ ഇഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ കൺമുന്നിൽ, അത് ചില പാട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്റ്റോറീസോ കാര്യങ്ങളോ ആയിരിക്കാം, അവരെ കണക്റ്റ് ചെയ്യുന്നതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഈ വ്യക്തി ആരായാലും ആ വ്യക്തിയുടെ ആ ചിന്തകളുടെ ശക്തി, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുടെ പവറാണ് നിങ്ങളിലേക്ക് അത് കണക്റ്റ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോഴും
ചെയ്യുമ്പോഴും ഈ വ്യക്തി എന്ന് പറയുന്നതിന് നിങ്ങൾ വാല്യുബിൾ ആകുന്ന ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അവരിലേക്കും കണക്റ്റഡ് ആകുന്നു എന്നുള്ളത് നിങ്ങളും മനസ്സിലാക്കിക്കൊള്ളുക. അതെല്ലാം പ്രപഞ്ചശക്തിയുടെ മധ്യസ്ഥതയോടുകൂടി ഇമോഷണൽ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോടു കൂടി നടക്കുന്ന കാര്യം തന്നെയായിട്ടാണ് കാണുന്നത്. ശരിക്കും അവരെ സംബന്ധിച്ച് നിങ്ങളുടെ സ്നേഹം അവർ തിരിച്ചറിയുന്നു, ശക്തമായിട്ട് മനസ്സിലാക്കുന്നു. അവർ പല കാര്യങ്ങളും നിങ്ങളോട് ഒളിച്ചു വെച്ചിട്ടുള്ള, ഹൈഡ് ചെയ്തിട്ടുള്ളൊരു പേഴ്സണായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് പിടിച്ചിട്ടുള്ളത് ശരിക്കും ഇമോഷൻസാണ്. അവർ നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുക, അല്ലെങ്കിൽ നിങ്ങളെ അവർ സ്നേഹിക്കുന്നു എന്ന് പറയുക എന്നത് അവർക്ക് വലിയ ഒരു കുറവ് പോലെ, അത് അവരുടെ ആത്മാഭിമാനത്തിനെ ബാധിക്കുമോ എന്നുള്ള ഒരു ചിന്തയോട് കൂടി നിങ്ങളോട് ബിഹേവ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണെയാണ് കാണുന്നത്. നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളോടൊപ്പം ലൈഫ് ലോങ് കടന്നു പോകണം, ഇതെല്ലാം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതെല്ലാം ഈ ഒരു പേഴ്സൺ ഹൈഡ് ചെയ്തിരുന്നതായിട്ടാണ് കാണുന്നത്. എപ്പോഴും ആ വ്യക്തിയുടെ മോശവശങ്ങൾ മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിച്ചിട്ടുള്ളൂ. ആ വ്യക്തിയുടെ നല്ല വശങ്ങൾ ശരിക്കും ഹൈഡ് ചെയ്ത പേഴ്സണെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ചില സെലിബ്രേഷനുകൾ, സന്തോഷങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചിടത്ത് ഇതിനകത്ത് ഒരു വ്യക്തി പേഴ്സണലായിട്ട് മറ്റേതോ സിറ്റുവേഷൻസിലേക്ക് മാറിപ്പോയതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പം ഒരുമിച്ച് ചേരണം, ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചതിൽ നിങ്ങളോ ആ വ്യക്തിയോ മറ്റൊരു സിറ്റുവേഷൻസ് കണക്റ്റ് ചെയ്തതായ വ്യക്തികളുടെ എനർജി കൂടി ഇതിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ലക്ഷ്യങ്ങൾ വെച്ച്, ചില നേട്ടങ്ങൾ, ചില എന്താ പറയുക ഫ്യൂച്ചറിലേക്കുള്ള ലക്ഷ്യബോധമൊക്കെ വെച്ച് റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കാതെ മാറിപ്പോയ വ്യക്തികളെയും കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുന്നു. നിങ്ങൾ കൊടുത്ത ഒരു കപ്പ് ഓഫ് ലവ് എന്ന് പറയുന്നത് പവിത്രമായിരുന്നു, പൂർണ്ണമായിരുന്നു, അതിൻ്റെ ഉള്ളിൽ നിറയെ നിധിയായിരുന്നു എന്ന് തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം ഒരു നിധിയായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. വെറും ഒരു സ്നേഹമോ പ്രകടനമോ ആയിരുന്നില്ല നിങ്ങളുടേതെന്നുള്ളത് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒറ്റപ്പെടലിൻ്റെ ഓരോ നിമിഷവും നിങ്ങളുടെ വാല്യൂ അവർ ശക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ സെൽഫിഷ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അവരുടേതാകുന്ന മറ്റ് ചില ഉത്തരവാദിത്തങ്ങളുടെ, അവരുടെ സ്ഥാനം, അവരിയ്ക്കുന്ന ആ ഒരു പൊസിഷൻ്റെ എനർജി, ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു അകൽച്ചയ്ക്ക് കാരണമായത്. അവർ മറ്റാളുകളുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിരുന്നു കാണും. അതായത് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു പേഴ്സൺ ആയിരുന്നു കാണും. ഒരുപാട് വ്യക്തി ബന്ധങ്ങളും സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഇതെല്ലാം ബേസ് ചെയ്ത് നോക്കുമ്പം നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ആ വ്യക്തി മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പോയത് ആ വ്യക്തിയുടെ ആ ഒരു സാഹചര്യവും സിറ്റുവേഷൻസും പൊസിഷനും ഒക്കെ അനുസരിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവരുടെ ആ ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു ഏകാന്തതയുടെ ആ ഒരു എനർജി ഇങ്ങനെ വളരെ ശക്തമായിട്ട് ഫീൽ ചെയ്യുമ്പോഴെല്ലാം അതിനിടയിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നഷ്ടപ്പെടുത്തിയതിൻ്റെ പെയിൻ അവരനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ശക്തമായിട്ടൊരു ആക്ഷൻ എടുക്കണം. അതായത് നിങ്ങൾക്കിടയിൽ അവരൊരു ബൗണ്ടറി ഇട്ടിരുന്നു ഒരു സമയത്ത്. അതായത് അവർക്ക് ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഈഗോ എനർജി, സെൽഫിഷ് മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്കൊരു ഭാരമായിട്ട് തോന്നിയ ഒരു സമയമുണ്ട് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ. അവരുടെ പേരിനും പ്രശസ്തിക്കോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനമാനങ്ങൾക്കൊക്കെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ചേർത്ത് നിർത്തുന്നത് ഒരു മോശമായൊരു സിറ്റുവേഷൻസ്, അത് ലൈഫിൽ വേണ്ട അല്ലെങ്കിൽ ഇത് നല്ലതായിരിക്കുമോ, ആ വ്യക്തിയെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റു സാഹചര്യങ്ങളെ ബേസ് ചെയ്ത് നോക്കുമ്പം നിങ്ങൾ അവർക്കൊരു ബുദ്ധിമുട്ട് പോലെ ആയിരുന്നു പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്നും അവർക്കൊരു അൺകണ്ടീഷണൽ ലവ് തോന്നുന്നുണ്ട്. അതായത് നിങ്ങളുടെ വാല്യൂ മനസ്സിലായപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പൂർണ്ണതയും പവിത്രതയും ഉണ്ടായിരുന്നതാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ
അവർക്കിപ്പോൾ ആക്ഷൻ എടുക്കണമെന്ന് വല്ലാതെ ആഗ്രഹം തോന്നുന്നു. അത് വളരെ സ്പീഡ് എനർജിയിലാണ് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകണം. നിങ്ങളോട് അവർക്കൊരു വല്ലാത്ത, നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതിനും അപ്പുറമുള്ള ഒരു സ്നേഹം അവരുടെ ഉള്ളിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അവർ എടുത്തുചാട്ടം ഉള്ളൊരു പേഴ്സണാലിറ്റിയാണ്. ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടുന്ന, പ്രവർത്തിക്കുന്ന, പെട്ടെന്ന് എസ് ആണെങ്കിലും നോ ആണെങ്കിലും പെട്ടെന്ന് പറയുന്നൊരു ക്യാരക്ടർ എനർജി ഉള്ള വ്യക്തിയാണ്. മാത്രവുമല്ല ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ലക്ഷ്യബോധം ഉണ്ടായിരുന്നു, ഒരുപാട് ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ടായിരുന്ന ഒരു പേഴ്സണൊക്കെ ആയിരുന്നു. അതായത് കുറച്ച് അമിതമായിട്ട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ കറൻറ്റ്ലി അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ബെർഡൻ എനർജിയാണ്. അവരുടെ ബെർഡൻ അവർക്ക് ഇറക്കി വെക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. കാരണം അവരൊരു വല്ലാത്ത ഭാരം ചുമക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്, ആ വ്യക്തിയുടെ ആ ഒരു ഒറ്റയ്ക്ക് എലോൺ എനർജിയിൽ നിൽക്കുന്ന സമയത്ത് ആ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിരുന്ന പല വ്യക്തികളുടെയും പ്രസൻസ് നിങ്ങളുടെ റിലേഷനിൽ ഒരു വിള്ളൽ വരുത്തുക, അല്ലെങ്കിൽ അതൊരു ബ്ലോക്ക് ആക്കുക എന്ന ഒരു ലക്ഷ്യമുണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. 1-2 വ്യക്തികളുടെ പ്രസൻസ് നെഗറ്റീവായിട്ട് നിങ്ങളുടെ ബന്ധത്തെ ബാധിച്ചിരുന്നു. മൂന്നാമതുള്ള വ്യക്തിയുടെ സാന്നിധ്യം, അതായത് തേർഡ് പാർട്ടി എനർജിയാണെന്ന് പറയാൻ പറ്റില്ല, ഒരുമിച്ച് കടന്നു പോകുന്ന സൗഹൃദ ബന്ധമോ മറ്റു പേരൻസോ ഫാമിലി പരമാകുന്ന ആരെങ്കിലും ആവാം. ഈ നിങ്ങളുടെ റിലേഷനിൽ വിള്ളൽ വരുത്താൻ, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ആക്കുന്ന രീതിയിൽ, തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തിയോട് നെഗറ്റീവാകുന്ന പല കാര്യങ്ങളും അവർ ഷെയർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എടുത്ത ഓരോ ആക്ഷനും അതിനെ ബേസ് ചെയ്തായതുകൊണ്ട് അതൊരു അബദ്ധമാണ്, തെറ്റാണ് ചിന്തിച്ചതെന്നും ആക്ഷൻ എടുക്കേണ്ട സമയത്ത് നല്ല രീതിയിൽ ആക്ഷൻ എടുക്കാതെ പോയി എന്നുള്ളൊരു ബെർഡൻ ഇപ്പോൾ അവർ ചുമക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഒരു ബെർഡൻ ഒന്ന് ഇറക്കി വെക്കണം. ഒരു പക്ഷേ നിങ്ങളുടെ ഓർമ്മകൾ അവരെ എപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് അവർക്കൊരു ബെർഡനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതല്ലെങ്കിൽ കാണിച്ചു കൂട്ടി ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് അല്ലെങ്കിൽ നഷ്ടബോധത്തെക്കുറിച്ചുള്ള ബെർഡൻ അവരുടെ ഉള്ളിലുണ്ടാവാം. എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ അവർക്ക് ബെർഡൻ ഇറക്കി വെച്ച് സമാധാനപരമായിട്ട് കാര്യങ്ങളെ കാണണമെന്ന് തന്നെയാണ് അവരിപ്പോൾ കറൻറ്റ്ലി ആഗ്രഹിക്കുന്നത്. നിരാശയുണ്ട്. അപ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്കൊരു ബെർഡൻ അല്ല, അവരുടെ ലൈഫിൽ സംഭവിച്ചു പോയ കുറേ അബദ്ധങ്ങളും എടുത്തു ചാട്ടങ്ങളുമാണ് ബെർഡനായിട്ട് കാണുന്നത്. 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നതുകൊണ്ട് അവർ നിങ്ങളെ ശക്തമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പം പാസ്റ്റിൽ അവർ ചെയ്യാതെ പോയ കാര്യങ്ങളെല്ലാം പ്രസൻറ്റിലി അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു, അതിനു വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ട് നിൽക്കുന്നു. അതുപോലെ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും എല്ലാം ചിന്തിച്ച് അവർ കറൻറ്റ്ലി നിരാശപ്പെടുന്നു. അതായത് ഇപ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് ഒന്നുമില്ല, അവരാഗ്രഹിച്ചത് ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല, കയ്യിലിരുന്നത് പോയെന്ന് പറയുന്നത് പോലെ അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പ്രഷ്യസായിട്ട് ലഭിച്ചതും നഷ്ടപ്പെട്ടു. അവരിപ്പോൾ ചിന്തിച്ച് അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ചിന്തിച്ചെടുത്തും അവർക്ക് രക്ഷയില്ല. ടോട്ടലി അവരെ സംബന്ധിച്ചൊരു ബ്ലൈൻഡ് എനർജിയാണ്, ശൂന്യതയാണ്. അവരുടെ ലൈഫിൽ ഒന്നുമില്ല. സക്സസ് എന്ന് പറയാനോ നേടിയെന്ന് പറയാനോ ഒന്നും തന്നെ ഈ ഒരു പേഴ്സണ് കറൻറ്റ്ലി ഇല്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെ നല്ല രീതിയിൽ അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും നിങ്ങളുടെ എല്ലാ രീതികളെയും, നിങ്ങൾ അവർക്ക് കൊടുത്ത മെൻ്റൽ സപ്പോർട്ടിങ്ങും ഫിസിക്കൽ സപ്പോർട്ടിങ്ങും എല്ലാം അവർക്കൊരു പരിഹാസം പോലെയോ അല്ലെങ്കിൽ അവജ്ഞ, ആവശ്യമില്ലാത്തതെന്നുള്ള ഒരു ചിന്തയോ ഒക്കെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഇന്നതെല്ലാം ഓർത്ത് ദുഃഖിക്കുന്ന സിറ്റുവേഷൻസിലേക്കാണ് ഈ ഒരു പേഴ്സൺ വന്നിരിക്കുന്നത്. ശരിക്കും നിങ്ങളുടെ റിലേഷനിൽ തകർച്ചയുണ്ടായത്, അല്ലെങ്കിൽ ലൈഫിൽ ഏറ്റവും ടോപ്പ് എനർജിയിൽ നിന്നും മൂക്കും കുത്തി താഴേക്ക് വീണ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്, ഇതെല്ലാം ഈ ഒരു പേഴ്സൺ ഓർത്ത് ദുഃഖിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലും ടോക്സിക്കാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തികളുടെ ഓർമ്മകളെ ഈ ഒരു വ്യക്തി ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലും ടോക്സിക് ഫീലിങ്സ് ആണ് അവർക്ക്. കാരണം അതിനകത്ത് ഒന്നും തന്നെ അവർക്ക് ആക്ഷൻ എടുക്കാതെ, അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി വരുത്താതെ നിരാശപ്പെട്ടിരിക്കുന്നതിൽ എന്ത് കാര്യമാണ്? അപ്പോൾ ഒരു നിരാശയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ റിലേഷനിൽ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളും എല്ലാം ഈ ഒരു വ്യക്തി ചേർത്ത് നിർത്തുമ്പം ഒരു ടോക്സിക് ഫീലിങ്സ് ആണ്, ഒരു പെയിൻഫുൾ ആകുന്ന അവസ്ഥയിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നു പോകേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
പാസ്റ്റിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരുന്നപ്പോൾ ഇവർ എത്രത്തോളം സ്ട്രെസ് അനുഭവിച്ചു, അപ്പോഴിവർ ചിന്തിച്ചു കൂട്ടി നെഗറ്റീവുകൾ കൊണ്ട് നിറഞ്ഞു നിന്നൊരു സമയമാണ് പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പം. അതായത് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഇവർക്ക് കുറ്റമായിരുന്നു. നിങ്ങളുടെ പ്രസൻസ്, നിങ്ങൾ ആ വ്യക്തിനെ ഫോക്കസ് ചെയ്യുന്നതെല്ലാം ഇവർക്ക് വല്ലാത്ത ഒരു തടസ്സമായിരുന്നു അവരുടെ ലൈഫിൽ. അപ്പോൾ അവർ ശരിക്കും ഒന്നിലധികം പ്രോബ്ലംസുകൾ നിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിയ വ്യക്തിയായിട്ട് നമുക്ക് പറയേണ്ടി വരും. അപ്പം ആ ഒരു സമയത്തും അവരൊരു സ്ട്രെസ് എനർജിയിലായിരുന്നു. കാര്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ഇതായിരുന്നു എൻ്റെ സോൾ കണക്ഷൻ, എനിക്ക് ഏറ്റവും മാച്ചിങ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നോടൊപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടിയ എനർജി ഇതായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴും അതേ സ്ട്രെസ് എനർജിയിൽ അവർക്ക് നിൽക്കേണ്ടി വരികയാണ്. കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കറൻറ്റ്ലി സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളിലേക്ക് വരാനും പറ്റുന്നില്ല, നിങ്ങളെ മറന്ന് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഫോക്കസ് ചെയ്യാനും പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥയിൽ കുടുങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാലം അനുകൂലമാകുന്നു. പാസ്റ്റിൽ നിങ്ങൾക്ക് കാലം അനുകൂലമല്ലായിരുന്നു. നിങ്ങൾക്ക് വീഴ്ചകളുടെയും അതുപോലെ ട്രാജഡിയുടേതും അതുപോലെ നഷ്ടങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടമായിരുന്നു. അവിടുന്ന് സമയം മാറിയിട്ടുണ്ട് നിങ്ങളുടെയും അവരുടെയും റിലേഷനെ ബേസ് ചെയ്ത്. ആ ഒരു ഗൈഡൻസ് ഡിവൈനിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടുന്ന ഗൈഡൻസ് നിങ്ങളിലേക്ക് തിരിച്ചു വരിക, നിങ്ങളെ ഫോക്കസ് ചെയ്യുക, നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ഒരു ഗൈഡൻസ് ആണ് കൊടുക്കുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ച് ആ ഗൈഡൻസ് ലഭിക്കുമ്പം പെട്ടെന്ന് കൺഫ്യൂഷൻ വരികയാണ്. ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ, ഞാൻ കറക്റ്റാണോ, ഇത് മുന്നോട്ടേക്ക് പോയാൽ ശരിയാകുമോ എന്നുള്ളൊരു ഫീലിങ്സ് അവരെ പിടിച്ചു കുലുക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും ഈ റിലേഷനിൽ ഭൂരിപക്ഷ ആളുകളുടെയും എനർജിയിലേക്ക് നോക്കുമ്പം ഒരു മാര്യേജ് എനർജിയിൽ പാസ്റ്റിൽ എത്തേണ്ട ബന്ധമായിരുന്നു, ഒരുമിച്ച് ചേരേണ്ടതായിരുന്നു. സെക്കൻഡ് മാര്യേജിൻ്റെ എനർജി നമുക്കിവിടെ കാണുന്നുണ്ട്. പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പം എന്താണെങ്കിലും ഇതിനകത്തൊരു വിവാഹ യോഗത്തിനുള്ള അല്ലെങ്കിൽ വിവാഹമെന്ന് പറയുന്ന ഏറ്റവും അവസാനമുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു ബന്ധത്തിൻ്റെ ഒരു സമ്പൂർണ്ണമാകുന്ന ഒരു സിറ്റുവേഷൻസ്, ആ ഒരു എൻഡിങ് എന്ന് പറയുന്നത് വിവാഹം എന്ന എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജിയിലേക്ക് എത്തേണ്ട റിലേഷൻ തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പം അവിടെ നമുക്ക് കുറച്ചൊരു സെൽഫ് ഡിസിപ്ലിനും തിരിച്ചറിവും കൺട്രോളിങ്ങും എല്ലാം കണക്റ്റഡ് ആയിരിക്കുകയാണ്. പക്ഷെ ഒരു ലോങ് സക്സസ് എനർജി ഉണ്ട് ഇതിനകത്ത്. തീർച്ചയായിട്ടും അവർ ഇമോഷൻസിനെ ഹൈഡ് ചെയ്തിട്ട് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്താണ് നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ മാറ്റങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ നീക്കങ്ങൾ അവർ വീക്ഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളെ റിജക്റ്റ് ചെയ്ത, നിങ്ങളുടെ സ്നേഹത്തെ റിജക്റ്റ് ചെയ്ത അവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത് അവരിൽ കുറ്റബോധമാണ്. അവർ ചെയ്തു പോയ പ്രവൃത്തിക്കും അവർ നല്ല ആക്ഷൻ എടുക്കാത്തതിലും അവർക്ക് ശക്തമാകുന്ന കുറ്റബോധമുണ്ട്. നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലരുടെ എനർജിയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് നിങ്ങൾക്കിടയിലൊരു അകലമുണ്ട്. ഒരു പക്ഷേ അത് മനസ്സുകൊണ്ടാവാം, അല്ലെ ശരീരം കൊണ്ടാകാം. ഒരു ലോങ് ഡിസ്റ്റൻസിലാണ് നിങ്ങളുടെ ബന്ധം അല്ലെങ്കിൽ സാഹചര്യം ഇപ്പോൾ കറൻറ്റ്ലി നിൽക്കുന്നത്. ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലാണ്. അതായത് എന്ത് തീരുമാനമെടുക്കണം, ഇത് വേണോ വേണ്ടയോ, ഇതിനെ പൂർണ്ണമായിട്ടും എൻഡാക്കണോ അതോ ഇത് ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ടതാണോ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കറൻറ്റ്ലി നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അവർ ശക്തമാകുന്ന ഒരു എനർജി ആയിട്ട്, അതായത് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിട്ട് തന്നെയാണ് കാണുന്നത്. എന്താണെങ്കിലും അവരൊരു വെയിറ്റിംഗ് എനർജിയിലാണ്. നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളോടുള്ള അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് നോക്കുമ്പം ഒരു സമാധാനപരമായിട്ട് തീരുമാനമെടുക്കുക. അപ്പോൾ വളരെ വ്യക്തമാകുന്നൊരു നടപടി അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയാണ്. കൺഫ്യൂഷനുണ്ട്. അവരുടെ മൈൻഡ് അവരെ നയിക്കുന്നത്, അവരുടെ മൈൻഡ് അവരോട് പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥമാണ്, നിങ്ങൾ എന്താണ് എന്നുള്ളത് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ഫിസിക്കലി അല്ലെങ്കിൽ അവരുടെ ചിന്തകളിലൂടെ കടന്നു പോകുമ്പം അവർക്ക് അവരുടെ എക്സ്പീരിയൻസിന് അവർ വാല്യൂ കൊടുക്കുമ്പം അവിടെ കൺഫ്യൂഷൻ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ടെനോസോഴ്സിൻ്റെ എനർജി ഉണ്ട് കേട്ടോ മക്കളെ, കർമ്മയുണ്ട് കേട്ടോ. അതൊരു ഓൾഡ് ലേഡിയുടെ പ്രസൻസ് നിങ്ങളുടെ റിലേഷനിൽ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ഓൾഡ് ലേഡി പ്രസൻസ്, അത് നിങ്ങൾക്കൊരു കർമ്മ പോലെയാണ് വന്ന് നിൽക്കുന്നത്. ഒരു പക്ഷേ ഒരു ശക്തമായ ഫൈറ്റിങ്ങും മറ്റും നടത്താൻ തയ്യാറായാൽ ശരിക്കും നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ വന്നു ചേരാൻ പറ്റും പെട്ടെന്ന് തന്നെ. ഈ ഒരു ബ്ലോക്കിംഗ് എനർജി കുറച്ച് ആളുകളുടെ എനർജിയിൽ ശക്തമാകുന്ന രീതിയിൽ അവർ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളെ. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്
ആ ഒരു തീരുമാനം, ആ ഒരു ബ്ലോക്ക് എനർജിയിൽ നിന്ന് അവർ പുറത്തു വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു നീതി ലഭിക്കാനുള്ള യോഗമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന കർമ്മ എന്ന് പറയുന്ന ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ആണ്. അതാണ് ശരിക്കും നിങ്ങളുടെ റിലേഷനിൽ നിന്നും ഒന്ന് മാറി പോകേണ്ടത്, അല്ലെങ്കിൽ എൻഡ് ആവേണ്ടത്. അതൊരു കർമ്മ പോലെ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു സമയം എടുക്കുമെന്നാണ് കാണുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ സ്നേഹവും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അവരുടെ ഉള്ളിൽ കടന്നു പോകുന്നത്. ആക്ഷൻ എടുക്കുക എന്നതാണ് ഇനി അവർ നെക്സ്റ്റ് ചെയ്യേണ്ടത്.